രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറിനെ കാണും, ഒരു ടാബ്ലറ്റ് എഴുതി തരും. ആ ഒരു ഉറക്ക ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നല്ല ഉറക്കമൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഡോക്ടറിനെ പോലും കാണത്തില്ല, മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും, സെയിം മരുന്ന് വാങ്ങിച്ച് കഴിക്കും, അപ്പോഴും ഉറങ്ങാനായിട്ട് പറ്റും. ഇത് കുറെ തവണയായി കഴിഞ്ഞാൽ ഈ മരുന്ന് വർക്കാകാതാകും, അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാകുകയും പിന്നീട് വേറെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടിട്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നുള്ളതിന്റെ പരിഹാരം കണ്ടെത്തി അതിന്റെ ഒരു സൊല്യൂഷനിലോട്ട് പോകുക. അത് എത്ര ടാബ്ലറ്റുകൾ കഴിച്ചിട്ടും കാര്യമില്ല. ഈ ടാബ്ലറ്റുകളെല്ലാം ഏകദേശം സമാനമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ആക്ട് ചെയ്യുന്നത്. ചില ടാബ്ലറ്റുകൾ നമ്മുടെ മസിൽസിനെയും നെർവുകളെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം ലഭിക്കാറുണ്ട്. മറ്റു ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ ചില കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ആക്കാറുണ്ട്. അത് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ആകാം, ഉറക്കം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാകാം, ചിലത് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസും ആകാം. അതെന്നൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഒരു എഫക്റ്റ് ആണ്. അതുകൊണ്ടിട്ടൊന്നും ലോങ് ടേമിൽ നമുക്കൊരു പരിഹാരം ആവുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങാത്തത് എന്നുള്ള അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഏറ്റവും ഡീപ്പായിട്ടുള്ള റീസൺ കണ്ടെത്തുക. ആ കാരണം കണ്ടെത്തിയിട്ട് അതിനൊരു പരിഹാരത്തിലേക്ക് പോവുക. നിങ്ങൾ ഉറങ്ങിക്കോളും. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്.